നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമൃദ്ധിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷു മുതൽ അവരുടെ ജീവിതത്തിൽ ഈ വർഷം മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന സർവ്വവിധ മാറ്റങ്ങളെപ്പറ്റിയും വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു. നമ്മൾ മലയാളികൾക്ക് വിഷു എന്നത് വെറുമൊരു ആഘോഷം മാത്രമല്ല, അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. നമ്മുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ ഒട്ടുരുളിയിൽ കണിവെക്കുന്നു. ഉണ്ണിക്കണ്ണനും വാൽക്കണ്ണാടിയിൽ തെളിയുന്ന നമ്മളുടെ മുഖവും നമുക്ക് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുതിയൊരു വർഷമാണ് സമ്മാനിക്കുക. അത്തരത്തിൽ നോക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വിഷു എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അത്രയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭരണി നക്ഷത്രക്കാരിൽ പലരും ജീവിതത്തിൽ ഇന്ന് വരെ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു വന്നവർ തന്നെയായിരിക്കും. ഇതിനെന്നാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം എന്ന് അവർ തന്നെ ചിന്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല എന്നതായിരിക്കും സത്യം. പ്രധാനമായും സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളും അതുകൂടാതെ പലവിധ രോഗങ്ങളാലും ആരോഗ്യ പ്രശ്നങ്ങളാലുമൊക്കെ കഷ്ടപ്പെടുന്നവരായിരിക്കും ഭരണി നക്ഷത്രക്കാരിൽ ഭൂരിഭാഗവും. അത്തരത്തിൽ പലവിധ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വരുന്നവർക്ക് ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി തന്നെ 2026 ഈ ഒരു വിഷു മുതൽ അങ്ങോട്ടുള്ള ഒരു വർഷക്കാലം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ നക്ഷത്രക്കാർക്ക് ശുക്രന്റെ ആധിപത്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇവരെല്ലാ കാര്യങ്ങളിലും വളരെ ഊർജ്ജസ്വലരും അതോടൊപ്പം തന്നെ സർഗാത്മകതയും ഇവരുടെ ജീവിതത്തിൽ പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ വിഷു ഒരു പുത്തൻ ഉണർവാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം സമ്മാനിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ മേഖലകളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പുത്തൻ ഉണർവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ കാലമായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മാനസിക വിഷമതകളും സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിലിലും ബിസിനസ്സിലുമുള്ള പലവിധ കഷ്ടതകളും ഒക്കെ ഈ വിഷുവിന് ശേഷം നിങ്ങളെ വിട്ടകന്ന് അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും നിങ്ങളെ ഈ വർഷം തേടിയെത്തുന്നതാണ് എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതിലൂടെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെയും നിങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവരെയും ഉന്നതിയിലെത്തിക്കുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് എന്നാണ് ഫലപ്രകാരം തെളിയുന്നത്. വിഷുക്കണി കാണുമ്പോഴുള്ള ആ ഒരു ആത്മവിശ്വാസവും മനസംതൃപ്തിയും സന്തോഷവും ഒക്കെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നിലനിൽക്കുന്നതായി വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ശുഭ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിലും കർമ്മരംഗങ്ങളിലും ബിസിനസ്സിലും ഒക്കെ പ്രതിഫലിക്കുക. പലവിധ വെല്ലുവിളികളും പ്രതിസന്ധികളും നിങ്ങളെ ഈ വർഷം തേടിയെത്തിയേക്കാവെങ്കിലും അവയെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾക്ക് തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ പുതിയൊരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഉയർച്ചയുടെ ഒരു തുടക്കമാണ് ഈ വിഷുക്കാലം നിങ്ങൾക്ക് കൈനീട്ടമായി നൽകുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനത്തിൽ വളരെയധികം വർധനവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകളിലും നിർമ്മാണ മേഖലയിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ മികച്ച ലാഭം തന്നെ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. വളരെ കാലമായി നിങ്ങൾക്ക് കിട്ടാതിരുന്ന ചില തുകകൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രതീക്ഷിതമായ ചില ധനനേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യം പോലുള്ളവ നിങ്ങളെ തേടിയെത്തിയേക്കുവാനും സാധ്യതയുണ്ട്. എങ്കിലും കർമ്മ മേഖലയിൽ നിന്നും വ്യതിചലിക്കാതെ കാര്യങ്ങളെ സൂക്ഷ്മമായി പഠിച്ച ശേഷം മാത്രം പ്രവർത്തിക്കുക. അമിതമായ ആത്മവിശ്വാസവും അലസതയും നിങ്ങളെ അപകടത്തിലെത്തിക്കും. അനാവശ്യ ചെലവുകൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിലും പണമിടപാടുകളിലും അച്ചടക്കം പാലിക്കുവാനും വളരെ സൂക്ഷ്മതയോടെ നീങ്ങുവാനും ശ്രദ്ധിക്കുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശുക്രന്റെ ആധിപത്യം നിലനിൽക്കുന്നതിനാൽ ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ വീട് നവീകരണം, പുതിയ വാഹനങ്ങൾ വാങ്ങുക പോലുള്ള കാര്യങ്ങൾക്ക് പണം ചിലവാക്കേണ്ടതായും വന്നേക്കാം. കൂടാതെ വലിയ തുകകൾ കടം കൊടുക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ വർഷം ഏറ്റവും അനുകൂലമാണ് എന്നും ഫലപ്രകാരം കാണുവാൻ സാധിക്കുന്നു. സ്വർണത്തിലും ഭൂമിയിലുമുള്ള നിങ്ങളുടെ നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭം നിങ്ങൾക്ക് കൊണ്ടുതരും. എന്നിരുന്നാലും ഓഹരി വിപണിയിലും മറ്റ് ട്രേഡിംഗ് പോലുള്ള മേഖലകളിലേക്കും ഇറങ്ങുന്നവർ വിദഗ്ധോപദേശവും പഠനങ്ങളും നടത്തിയതിനു ശേഷം മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഇനി തൊഴിൽ മേഖലയിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സർക്കാർ ജോലിക്കാർക്കും സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നിലവിലുള്ള തൊഴിലിൽ നിങ്ങൾ തൃപ്തനല്ലെങ്കിൽ അതിൽ നിന്നും മാറി മറ്റൊരു ഉയർന്ന ജോലിയിലേക്കോ അല്ലെങ്കിൽ മനസ്സിനാഗ്രഹിച്ച മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അവസരങ്ങൾ തേടുന്നവർക്കും അനുകൂലമായ വർഷം തന്നെയാണ്. കൂടാതെ
സ്വന്തമായി വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്കും ആ ബിസിനസ് വിപുലീകരിക്കാൻ പറ്റിയ ഒരു വർഷം കൂടിയാണ് വന്നെത്തുന്നത്. വിദേശ വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്ക് പുതിയ ബിസിനസ് സാധ്യതകളും തുറന്നു കിട്ടുന്ന ഒരു വർഷം തന്നെയായി കാണാം. ഭരണി നക്ഷത്രക്കാർക്ക് ഭക്ഷണം, വസ്ത്രം, കല എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ഏറെ ഗുണം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് 2026 വിഷുവിന് ശേഷം നിങ്ങൾക്ക് അനുഭവപ്പെടുക. കൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അഭിനയം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനും അതിലൂടെ ഉയർന്ന തലത്തിലുള്ള അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. ഇനി ഇവരുടെ കുടുംബജീവിത സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് സംജാതമായി തീരുക. അതായത് ചെറിയ ചില ഇണക്കങ്ങളും പിണക്കങ്ങളുമൊക്കെയായി തന്നെയായിരിക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കുക. ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വാക്കുതർക്കങ്ങൾക്കുമൊക്കെ സാധ്യത കാണുന്നുണ്ടെങ്കിലും അവയെ വലിയ വഴക്കിലേക്കോ പ്രതിസന്ധികളിലേക്കോ നീങ്ങാതെ യുക്തിപൂർവം, ക്ഷമാപൂർവം കൈകാര്യം ചെയ്യുവാനും നിങ്ങൾ ശ്രമിക്കുക. കൂടാതെ ദമ്പതികൾക്കിടയിൽ വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾക്ക് ഏറെ ഗുണകരമായി തീരും. കൂടാതെ വളരെ കാലമായി കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഒരു സന്തോഷ വാർത്തയും ഈ വർഷം കേൾക്കുവാൻ സാധിക്കുന്നതാണ്. വളരെ നാളുകളായി വിവാഹം അന്വേഷിക്കുകയും എന്നാൽ അത്തരത്തിൽ വിവാഹം നടക്കാതെ വളരെ നാളുകളായി തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവർക്കും ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാവുന്ന വർഷം തന്നെയാണ് ഈ വിഷുവിന് ശേഷം നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. അത്തരം വിവാഹ കാര്യങ്ങളിലും പ്രണയബന്ധങ്ങളിലും തീരുമാനങ്ങൾ ഉണ്ടാവുന്ന വർഷം തന്നെയായി കാണുന്നു. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. കൂടാതെ വളരെ നാളുകളായി സ്വത്ത് തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നവർക്ക് അതിനൊരു തീർപ്പുണ്ടാവുകയും നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായി കാണുന്നു. കൂടാതെ വിദേശത്തുള്ള ചില ബന്ധുമിത്രാദികളും നിങ്ങളുടെ ഭവനം സന്ദർശിക്കുവാനുള്ള സാധ്യതയും ചില മംഗളകാര്യങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുവാനുള്ള യോഗവും കാണുന്നു. ഭരണി നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു വർഷം തന്നെയാണ് എത്തിച്ചേരുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ അലസത നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ട ഒരു വർഷം തന്നെയാണ് ഇനി മുതൽ അങ്ങോട്ട് അനുഭവത്തിൽ വരിക. അത്തരത്തിൽ കഠിനാധ്വാനം ചെയ്താൽ വിജയിക്കുവാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് വേണം മനസ്സിലാക്കുവാൻ. കൂടാതെ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശത്തേക്കോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്കോ പോകുവാനുള്ള സാധ്യതയും ഏറെ കൂടുതലായി കാണുന്നു. ആരോഗ്യകാര്യത്തിൽ ഏറെ ശ്രദ്ധ വേണം എന്ന് പറഞ്ഞിരുന്നതിനാൽ രക്തസമ്മർദ്ദം, പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരൊക്കെ ആഹാരകാര്യങ്ങളിലും മിതത്വം പാലിക്കുവാൻ ശ്രദ്ധിക്കുക. കൃത്യമായ ഇടവേളകളിൽ വൈദ്യ പരിശോധനകളും വ്യായാമവും ശീലമാക്കുക. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ഏറെ ശ്രദ്ധയോടെ വേണം അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ ക്ഷേത്ര ദർശനങ്ങൾക്കും പൂജകളും വഴിപാടുകൾക്കുമൊക്കെ ഈ വർഷം സമയം കണ്ടെത്തുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിഷുവിന് ശേഷം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ തീർത്ഥാടന യാത്രകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് തെളിയുന്നു. ഇത്തരത്തിലുള്ള തീർത്ഥയാത്രകൾ മനസ്സിന് ഏറെ സമാധാനം നൽകുന്നതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയെയോ ശിവദേവനെയോ ഭജിക്കുന്നത് ഈ വർഷം തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാനും ഗുണകരമായ ഫലങ്ങൾ അനുഭവപ്പെടുവാനും ഏറെ സഹായകരമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും വളരെ ഗുണകരമായ ഫലങ്ങൾ തന്നെയാണ് തെളിയുന്നത്. പല നടപടികളിലും നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വഴിക്ക് തന്നെ വന്നു ചേരുന്ന വർഷം തന്നെയാണിത്. ഇത്തരത്തിൽ നോക്കുമ്പോൾ വളരെ ഐശ്വര്യപൂർണമായ ഒരു വർഷക്കാലമാണ് ഈ വിഷുവോടുകൂടി നിങ്ങൾക്ക് കൈവന്നു ചേരുക. എന്നിരുന്നാലും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ ചില കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. വിഷുക്കണി കാണുക എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ കണി കാണുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും അത്തരത്തിൽ ഒരു പുത്തൻ ഉണർവും സർഗാത്മകതയും പുതിയ ഉണർവോടുകൂടി തന്നെ പ്രതിഫലിക്കുന്നതാണ്. കൂടാതെ വിഷുക്കാലത്ത് ഒരു തൈ നട്ട് അതിനെ സംരക്ഷിക്കുന്നതും നിങ്ങൾക്ക് ഏറെ ഐശ്വര്യം പ്രദാനം ചെയ്യും. കറുത്ത വസ്ത്രങ്ങളോ എള്ളോ ദാനം ചെയ്യുന്നതും
നിങ്ങൾക്ക് ഏറെ ഭാഗ്യം കൊണ്ടുവന്നു തരുന്നതാണ്. നിത്യവും ഓം നമോ നാരായണ അല്ലെങ്കിൽ ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറെ ഗുണകരമായി തന്നെ കാണുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുവാൻ വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണകരമായി കാണുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു നിറയുന്ന ഒരു വർഷമാണ് 2026. ഈ വിഷുക്കാലം മുതൽ ഒരു വർഷം നിങ്ങൾക്ക് അനുഭവപ്പെടുക. കൂടാതെ ഈ വർഷം നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ഒരു വർഷമായി തന്നെ കാണുക. നിങ്ങളുടെ പരിമിതികൾ എന്താണോ അവയെ പഠിച്ച് നിങ്ങളുടെ കഴിവുകളെ ഉണർത്തി അത്തരം പരിമിതികളെ മറികടക്കാനുള്ള ഒരു കഴിവും നിങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധികളും തളരാതെ അവയോട് പൊരുതി മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇത്തരത്തിൽ നിങ്ങളുടെ ജോലിയിലായാലും സാമ്പത്തിക മേഖലയിലായാലും വ്യാപാര ബിസിനസ് മേഖലകളിലായാലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ ഈശ്വരന്റെ കൈനീട്ടമായി കണ്ട് അവയ്ക്ക് നന്ദി പറയേണ്ടതും ആവശ്യമാണ്. അത്തരത്തിൽ ലഭിക്കുന്ന സമ്പാദ്യത്തെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടതും ഏറെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. പല കാര്യങ്ങളിലുമുള്ള എടുത്തുചാട്ടം ഉപേക്ഷിക്കുകയും പല കാര്യങ്ങളും വിദഗ്ധോപദേശങ്ങൾ സ്വീകരിച്ചതിനു ശേഷവും പഠനങ്ങൾ നടത്തിയതിനു ശേഷവും മാത്രം പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുക. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറെ ഗുണകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ പിന്തുടർന്നു പോന്നിരുന്ന അനാവശ്യമായ പല കാര്യങ്ങളെയും കണ്ടെത്തി നീക്കം ചെയ്യുവാനും ജീവിത വിജയത്തിനുതകുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അവ ശീലിക്കുവാനും നിങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ 2026 വിഷുക്കാലം ഭരണി നക്ഷത്രക്കാർക്ക് നൽകുന്നത് വളരെയധികം ഐശ്വര്യങ്ങളും സമാധാനവും സമ്പൽ സമൃദ്ധിയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിഷുക്കണി കാണുന്നത് എത്രയധികം ആത്മവിശ്വാസവും സന്തോഷവും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നുവോ അത്രയധികം പ്രകാശപൂർണമായിരിക്കും നിങ്ങളുടെ ഇനിയുള്ള ജീവിതം എന്ന് വേണം കരുതാൻ. അത്രത്തോളം ശോഭനമായ അല്ലെങ്കിൽ മികച്ച സാമ്പത്തിക ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2026 വിഷുക്കാലം നിങ്ങൾക്ക് സമ്മാനിക്കുക. അത്തരത്തിൽ എല്ലാവർക്കും അനുഗ്രഹ ഫലങ്ങൾ തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എവർക്കും നന്ദി, നമസ്കാരം.